തൈൻസവക വിശാഖമംഗലപുരം കോവിലങ്ങൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ടുദിന പൂജ വിവിധ ചടങ്ങുകളോടെ നടന്നു. കലശപൂജ, കലശപ്രദക്ഷിണം, കലശാഭിഷേകം എന്നിവയായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രം തന്ത്രി അനിരുദ്ധൻ തന്ത്രിയുടെയും മേൽശാന്തി കാവുങ്ങൽ പ്രശാന്തിന്റെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. തുടർന്ന് പ്രസാദൂട്ടൽ നടന്നു. വൈപ്പിൻകരയിലെ ആദ്യത്തെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. ഇതോടൊപ്പം ക്ഷേത്രം ശ്രീകോവിൽ പുനരുദ്ധാരണ ധനസമാഹരണ യജ്ഞം അനിരുദ്ധൻ തന്ത്രി കിഴക്കേടത്ത് സത്യപാലന് ആദ്യ തുക കൈമാറി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾക്ക് പ്രസിഡന്റ് കെ.ജി. രമണൻ, സെക്രട്ടറി കെ.പി. ബിനീഷ്, ഖജാൻജി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി.
നമുക്ക് അറിവുള്ളതാണ്. ഈ ചടങ്ങിനെ അർഹനാക്കിയ അദ്ദേഹത്തിന് സഭയുടെ സന്തോഷവും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഇത് സമാഹരണ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. അതിനുവേണ്ടി ബഹുമാനീയനായ ആദരണീയനായ ചന്ദ്രശേഖരത്തിന് ആചാരപൂർവ്വം സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സംഘടിപ്പിക്കേണ്ട ഇങ്ങനെയല്ല. ജീർണോദ്ധൃതിയും സ്ഥാപിത മന്ത്രമുണ്ടോ നമ്മൾ സ്ഥാപിച്ചത് എല്ലാവരും കഷ്ടപ്പെട്ട് അന്ന് എന്തോ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അങ്ങനെ 2, 3, 4 വർഷം ഉണ്ടാവും. ഒന്ന് എല്ലാത്തിനെയും മനസ്സിലാക്കുന്ന സ്വഭാവക്കാര്, ഒന്ന് എല്ലാത്തിനെയും ദുഷിച്ച് സംസാരിക്കുന്നതാണ്. ചിലർക്ക് അപ്പുറം നല്ല ഇതുകൊണ്ടാണ്. ഈ 3-4 തരത്തിലുള്ള ഒരു സഭ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾ നമുക്ക് അങ്ങോട്ടുണ്ടാകും. ഇതിപ്പോൾ എന്തിനാ ഇപ്പം ചെയ്യണേന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഇത്ര നല്ല സ്ത്രീ അല്ലേ, അങ്ങനെ വരാമല്ലോ. നമുക്കിപ്പോൾ പുറത്തുനിന്ന് നോക്കുന്ന കാര്യമല്ല. ഇപ്പോൾ വെയിലൊക്കെ അടിച്ചത് എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഈ ഇപ്പം നമുക്കിവിടെ ഏറ്റവും വലിയൊരു ക്ഷേത്ര സങ്കേതം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചക്കവരശ്ശേരിയിലാണ്. മഹാക്ഷേത്രം അന്നത്തെ കോടികൾ ചെലവ് ചെയ്താണ്. ആ ക്ഷേത്രം, പഴയ ക്ഷേത്രം പൊളിക്കുന്ന വിഷയം വന്നപ്പോൾ അവിടെ ഉണ്ടായ ജനങ്ങൾ പറഞ്ഞുണ്ടാക്കിയെന്ന് വെച്ചാൽ ആ ശ്രീകോവിലിന് യാതൊരു തരത്തിലുള്ള കുഴപ്പമില്ല എന്നുള്ളതാണ് സത്യാവസ്ഥയിൽ. ഞാൻ നോക്കി പറഞ്ഞു മനസ്സിലായ. അപ്പോൾ ഇത് അപ്പം നമ്മൾ സമൂഹമായി പ്രവർത്തിക്കുമ്പോൾ ഇപ്പം എന്തിനാ എന്ന് ചോദിക്കുന്ന ആളുണ്ടാവും. ഇത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇവിടെ ഞാൻ ചൊല്ലിയെന്ന് വെച്ചാൽ ധൃതിയും സ്ഥാപിത മന്ത്രബിംബ ഗൃഹാതിചീർത്തോ സവതീതി ഗുജ്യ ദുസ്തോന്യതയത് തഥാചേത് സുസ്തോത്ര ദേവോയതി സമ്പദേശ്യാത്. ദേവൻ സ്ഥൂല സൂക്ഷ്മ യോഗത്തിങ്ങൾ സ്ഥൂലത്തിനും സൂക്ഷ്മത്തിനും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ വലിയ ആപത്താണ് പറയണത്. അപ്പൊ അങ്ങനെ ആ പല ദുർലക്ഷണങ്ങൾ കാണുമ്പോൾ അതിനെ പറ്റി ചിന്തിച്ച് അഷ്ടമംഗല ചിന്തയുണ്ടായി. ആ ചിന്തിച്ചിട്ട് നമുക്കിപ്പോൾ ശ്രീകോവിൽ വളരെ കഷ്ടമായിട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ആ ശ്രീകോവിലിന്റെ മാനുഫാക്ചർ ഡിഫക്റ്റ് ഉണ്ട് കുറച്ച്. അതില് അവിടെ ആകൽപാന്തസ്ഥാനു ഭാവേന ഭക്തി എന്നാണ്. ഒരു പ്രളയം വന്നാൽ പോലും ഇതിനൊന്നും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ക്ഷേത്രം അന്ന് ഇത് ചെയ്തത്. അന്ന് അവിടെ കുറച്ച് ഇതുകൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇപ്പൊ ഞാനൊരു ഇങ്ങനത്തെ ഒരു മനുഷ്യനായതുകൊണ്ട് അകത്തിരുന്ന് പൂജിക്കാം. ഇപ്പൊ ഇവിടുത്തെ ശാന്തിക്കാരൻ എൻ്റെ അകത്ത് ഇരിക്കാൻ പറ്റുമോ? എങ്ങനെ പൂജിക്കും എനിക്കറിയില്ല. അപ്പൊ ഇപ്പൊ ഇന്ന് വന്നിരിക്കുന്നതായ തലമുറ അവരത് മനസ്സിലാക്കിയിട്ട് അതിന് ഇന്നിപ്പോ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സ്ഥപതികൾ നമുക്കിപ്പോ വന്നിരിക്കുന്നത് എൻ്റെ കാണിപ്പോൾ തിരുമേനിമാര് വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യിപ്പിച്ചൊക്കെ പരിചയമുള്ളതായ അദ്ദേഹം എന്താ പറഞ്ഞു തരും, അതിന്റെ വഴികൾ പറഞ്ഞു തരും. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നിസ്സാരമായ കാര്യമല്ല. അപ്പോൾ വളരെയധികം എന്താണ് ആഭാരവൃദ്ധം എല്ലാവരുടെയും ഈ അണ്ണാറക്കണ്ണൻ പറഞ്ഞ രീതിയിൽ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു ശ്രദ്ധയും ശ്രദ്ധയോടുള്ള ഭക്തി എന്നുള്ള രീതിയിലും നമ്മുടെ കായികമായിട്ടും അതുപോലെ സാമ്പത്തികപരമായിട്ടും എല്ലാ രീതിയിലും നമ്മളുടെ കുടുംബ പ്രശ്നം പോലെ ഈ കാര്യത്തിൽ ദേവൻ എപ്പോഴും സദാ ഇതാണ്. പക്ഷെ നമ്മൾക്ക് ആവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി തക്കവണ്ണം ഉപയോഗിക്കാൻ വേണ്ടിയാണല്ലോ ഈ ക്ഷേത്രത്തിന്റെ ചടങ്ങെന്ന് വെച്ചാൽ പ്രകൃതി എന്താണ് പ്രപഞ്ചമെങ്ങും വെള്ളിയെണ്ണ പോലെ നിറഞ്ഞു നിൽക്കുന്നതും അതല്ലേ പ്രളയാഗ്നി പോലെ ഘോരവും കഠോരവും തീവ്രവുമായ അഭൗമശക്തിയെ പരമാത്മാ ചൈതന്യ സ്രോതസ്സിനെ അണകെട്ടി നിർത്തിക്കുന്ന സ്ഥലമാണ് ഇപ്പൊ നമ്മൾ ഇത് ചെയ്യാൻ പോണത്. അപ്പൊ അതിന് അതിന്റെ ചില ചടങ്ങുകളുണ്ട്. ഇനിയിപ്പോ അതിന്റെ അകത്തുനിന്ന് ഭഗവാനെ ഇറക്കിയിട്ട് അതിന് കുറെ ചടങ്ങുകളൊക്കെ ഉണ്ട്. അങ്ങനെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം ഇത് ചെയ്തിട്ട് ആ ഒരു നല്ല അടിസ്ഥാനപരമായൊരു ക്ഷേത്ര കോവിലാണ് നടക്കാൻ പോകുന്നത്. നമ്മൾ സൗദികള് ശില്പികളൊന്നും പെട്ടെന്ന് വരാറില്ല. ഞാൻ നോക്കുക അദ്ദേഹം എന്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പൊ അതൊരു നല്ല ലക്ഷണമായിട്ട് എനിക്ക് തോന്നി. കലാശേരദേയത്ര കലശസജ ഉച്ചതീർന്നാണ്. ആ ഭഗവാനോട് പ്രാർത്ഥിച്ച് എന്താണ്
പ്രാർത്ഥന ഈ കലശം കീർത്തിം ആയുഷ്യം പ്രജ്ഞാം മേധാം ശ്രിയം ബലം യോഗ്യതാം പാപഹാനിഞ്ച പുണ്യവൃത്തിം ച സാധയേത് സർവക്ഷേത്രമയോ യസ്മാ സർവതീർത്ഥമയോ യതോ ഹരിപ്രിയോ സിദ്ധം പൂർണ്ണകുംഭ നമോസ്തുതേ. ഈ കലശം കൊണ്ട് ദേവനെ പൂർണ്ണമാക്കുന്ന പറഞ്ഞത്. പക്ഷെ അതല്ല, ഈ നിൽക്കുന്ന ജനങ്ങളെ കുര്യാൽ ഭക്തജനൈഹി സാഗം എന്ന് പ്രത്യേകം പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ വെച്ച് എല്ലാ തരത്തിലുള്ള ദുരിതങ്ങൾക്കും ശാന്തിയായിട്ട് ഭഗവാനിലേക്ക് ആ മന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ്. രജ്യപ്രജാമേ ഗോപായ എന്നുള്ള നിയമങ്ങളാണ്. കുറെ നിയമങ്ങളൊക്കെ അതിനകത്തുണ്ട്. ഈ സമയത്ത് നമുക്ക് അതൊന്നും പറയാൻ പറ്റിയ സമയമില്ല. അതിനൊരു ഇത് വെച്ചിട്ടായിരിക്കേണ്ടിരുന്ന ഇങ്ങനെയുള്ള ഒരു കാര്യം ജനങ്ങൾക്ക് അതിന്റെ ബോധം കൊടുത്തിട്ടാണെങ്കിൽ കുറച്ച് നന്നായിരുന്നാണ്. ഏതായാലും എല്ലായിടത്തും സാമ്പത്തിക വിഷയമുള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് വളരെ ലഘുവായിട്ട് നമ്മുടെ ഭഗവാന്റെ ഈ കാണുന്ന മണ്ഡപത്തിൽ ഇരുന്നിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്യണം. അപ്പൊ അതിന്റെ ആദ്യത്തെ ഇപ്പോ എന്നെ കൊണ്ടാണ് ആദ്യമായിട്ട് ഈ ദക്ഷിണത്തെ അറിയിപ്പിക്കുന്നത്. അപ്പൊ എല്ലാവിധ അനുഗ്രഹത്തോടുകൂടി ഭഗവാന്റെ തൃപ്പാദങ്ങളില് ഈ കൊടുക്കുന്നതായ ഈ എന്താ അവിടുന്ന് സ്വീകരിച്ച് ഈ കാണുന്ന ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാവരും വിഗ്രഹോപാധിയിൽ കുടികൊണ്ടിട്ട് ഈ കാണുന്ന സ്ഥൂലത്തിന്റെ എല്ലാ തരത്തിലുള്ളതായ യോഗ്യമായിരിക്കുന്ന സ്വീകരണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ കാണുന്ന ഈ ചെറിയ ഒരു ദക്ഷിണ ഭഗവാന്റെ പാദത്തിലേക്ക് തരയാണ്. സമർപ്പിക്കാം. ഉരുളിയിൽ സമർപ്പിക്കാം. സ്വാമി